நான் அவனுங்க ரத்தத்தால அவன் பேரு ஞாபகம் இருக்கு மாமா. അപ്പോൾ കഴിഞ്ഞ ദിവസം സലാർ റിലീസായിട്ടുണ്ടായിരുന്നു. ഒരു വമ്പൻ ഹൈപ്പിൽ വന്ന പടമായിരുന്നു. അതിന് പ്രധാന കാരണം പ്രശാന്ത് നീലിന്റെ പടം എന്നൊരു ഫാക്ടർ തന്നെയാണ്. ബട്ട് ഈ ഒരു പടം ആ ഒരു ഹൈപ്പിനൊത്ത് ഉയർന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തുകൊണ്ടാണ് ആ ഒരു ഹൈപ്പിനൊത്ത പടം ഇല്ലാതെ പോയതെന്ന് നോക്കാം. സലാർ എന്ന സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യം പറയുന്ന ഒരു ഫാക്ടർ KGF തന്നെയാണ്. എല്ലാവരും KGF എന്ന ചിത്രത്തിന്റെ ഒരു മൂഡ് തന്നെയാണ് സലാറിൽ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ അതിനപ്പുറം. ബട്ട് KGF തന്നൊരു ഗൂസ്ബം സീനോ ബിൽഡപ്പോ സലാറിൽ തോന്നിയില്ല. നല്ല രീതിയിലുള്ള ബിൽഡപ്പും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്, ബട്ട് ഒന്നും തോന്നുന്നില്ല. KGF 2 യഷിന്റെ എൻട്രി തന്നെ മതിയായിരുന്നു ആ ഒരു പടത്തിന്റെ ലെവൽ മനസ്സിലാക്കാൻ. പിന്നെ ഉഗ്രം റീമേക്ക് അല്ലെങ്കിലും ആ ഒരു സെയിം തീം തന്നെയാണ് സലാറിൽ. ശരിക്കും പറഞ്ഞാൽ ഉഗ്രം ന്യൂ വെർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സെയിം സീൻ അടക്കമുണ്ട്. അതൊരു നെഗറ്റീവായിട്ടൊന്നും അല്ല പറഞ്ഞത്. മിക്ക ആളുകളും ഉഗ്രം കണ്ടിട്ടുള്ളതാകാൻ ചാൻസ് ഉണ്ട്. കാരണം KGF ഹിറ്റായപ്പോൾ പ്രശാന്ത് നീലിന്റെ ഫസ്റ്റ് പടം തേടി പിടിച്ച് കണ്ടിട്ടുള്ളവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് ആ സെയിം സീൻ അടക്കം ഒന്നുകൂടെ തിയേറ്ററിൽ കാണുമ്പോൾ ഇത് ഓൾറെഡി കണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അത് എടുത്തു പറയേണ്ടത് ആ ഒരു ടാറ്റു സീൻ ഉണ്ട് ഇതിൽ. ആ ടാറ്റു അടിക്കുന്ന സീൻ എനിക്ക് ഇപ്പോഴും ഉഗ്രത്തിലെ ആ ടാറ്റു സീൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഉഗ്രം സിനിമ കണ്ടവർക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പേഴ്സണലി എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ KGF തന്നെ എടുത്തു വെച്ചിരിക്കുവാണ് എന്ന് കുറെ പേര് പറയുന്നുണ്ട്. ആ ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ്. ബട്ട് സലാർ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഡാർക്ക് സെൻട്രിക് മൂവിയാണ്. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ചില സീനിലൊക്കെ ആളുകളുടെ ഞെട്ടൽ പോലും KGF പോലെ തോന്നി, ആ ഒരു സീൻ അടക്കം. പിന്നെ തുടക്കത്തിലെ ടൈറ്റിൽ കാർഡിന്റെ ഒരു കാര്യമാണ്. KGF ആയാലും ഉഗ്രം ആയാലും ടൈറ്റിൽ കാർഡ് കിടിലനായിരുന്നു. ബട്ട് സലാറിലേക്ക് വരുമ്പോൾ അത് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. അത്ര കിടിലനല്ല ആ ഒരു KGFും ഉഗ്രമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഇതിന്റെ ഇന്റർവൽ സീൻ കിടിലനായിരുന്നു. നല്ലൊരു ബിൽഡപ്പും പൃഥ്വിരാജിന്റെ എൻട്രിയും എല്ലാം സെറ്റായിരുന്നു. പോസിറ്റീവായിട്ട് തോന്നിയത് എൻഡിങ്ങും ഇന്റർവലും തന്നെയാണ്. പിന്നെ സലാർ സെക്കൻഡ് പാർട്ടിലും ഉഗ്രം സ്റ്റോറി തീം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ ഉഗ്രമാണോ സലാറാണോ എന്നുകൂടി പറഞ്ഞേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.